എബ്രായ ലേഖനം 13 അധ്യായങ്ങൾ ഉള്ള ഒരു ലേഖനമാണ്. ഈ ലേഖനത്തിന്റെ പ്രസക്ത വിഷയം യേശു ക്രിസ്തുവിന്റെ ശ്രേഷ്ഠത എന്ന വിഷയമാണ്. യേശു എല്ലാവരേക്കാൾ ശ്രേഷ്ഠനാണ്. 1-ാം അധ്യായം നമ്മൾ നേരത്തെ പറഞ്ഞു, യേശു കർത്താവ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഒരു ഹല്ലേലൂയ ഉറക്കെ പറയാമോ? ഞാൻ ഈ ശ്രേഷ്ഠത പറയുമ്പോൾ ആ പറയുന്ന കൂട്ടത്തിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേക്കണം. നമ്മുടെ യേശു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 2, ഈ പ്രവാചകന്മാരെക്കാൾ നമ്മുടെ യേശു ആരാ? ശ്രേഷ്ഠനാ. നമ്മളിലെ പ്രവാചകന്മാരുടെ പുറകെ ഓടുകയാ. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞു സ്വത്രം അല്ലേ? പ്രവാചകന്മാരെന്ന് കേട്ടാൽ ഇടിച്ചു കയറുന്നേ. എന്നാൽ ഒരു ദൂതയും കൂടെ പറയുക, ഞാനൊരു സ്തോത്രം പ്രവാചക ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാ. പക്ഷെ സ്തോത്രം ഒരു കാര്യം ആത്മാവിൽ പറയാം, ഈ വാക്കിലും ശക്തിയിലും വലിയ പ്രവാചകൻ യേശുവാ. യേശുവിനോളം പ്രവാചകന്മാരും ഇന്ന് വരെ ഇവിടെയില്ല. അവന്റെ പ്രവചനം മാറത്തില്ല, അവന്റെ ദൂത് തെറ്റത്തില്ല. ഒരു ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. അവൻ പറഞ്ഞത് ശോധന ചെയ്യാനില്ല. അവൻ പറഞ്ഞത് ഊവ് എന്നും ഇല്ല എന്നുമാണ്. അങ്ങനെയുള്ള ശ്രേഷ്ഠ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ് എന്റെ യേശു കർത്താവ്. ഒരു ഹല്ലേലൂയ എന്ന് പറയാമോ? നമ്പർ 3, യേശു കർത്താവ് മോശയേക്കാൾ ശ്രേഷ്ഠൻ. യേശു കർത്താവ് സൈന്യാധിപനായ ജോഷുവയേക്കാൾ ശ്രേഷ്ഠൻ. അവൻ യേശു കർത്താവ് അവൻ വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനേക്കാൾ ശ്രേഷ്ഠൻ. യേശു കർത്താവ് അവൻ 1-ാമത്തെ പുരോഹിതനായ ഇരിക്കട്ടെ, ഒടുവിലത്തെ പുരോഹിതനായ സെക്കരിയാവും 1-ാമത്തെ പുരോഹിതനായ അഹരോനും. ഞാൻ ഇങ്ങനെ പറയും, പൗരോഹിത്യത്തിന്റെ A to Z, 1-ാമത്തെ അഹരോന്റെ എയും അവസാനത്തെ സെക്കരിയാവിന്റെ ഇസറ്റും എടുത്താൽ അവരെല്ലാവരേക്കാൾ ശ്രേഷ്ഠൻ എന്റെ യേശു കർത്താവ്. ഒരു ഹല്ലേലൂയ ഒന്നുറക്കെ പറ. അവൻ മൽക്കീസദേക്കിനേക്കാൾ എന്റെ യേശു ശ്രേഷ്ഠനാണ്. തീർന്നില്ല. കരം വീശി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ്. മൽക്കീസദേക്കിനേക്കാൾ, പഴയ നിയമ ഉടമ്പടിയേക്കാൾ എന്റെ യേശു ശ്രേഷ്ഠനാണ്. സമാഗമന കൂടാരത്തേക്കാൾ യേശു ശ്രേഷ്ഠനാണ്. ആലയത്തിനകത്ത്, കൃപാസനത്തിനകത്ത്, പെട്ടകത്തിനകത്ത് ഇട്ടുവെച്ച മണ്ണ ഇട്ടുവെച്ച പൊൻപാത്രം, അഹരോന്റെ തളിർത്തമടി, അവൻ 3 വസ്തുക്കളേക്കാൾ ശ്രേഷ്ഠനാണ് എന്റെ യേശു കർത്താവ്. തീർന്നില്ല. 11-ാം അധ്യായത്തിൽ പൗലോസ് കൊണ്ടുവന്ന് നിർത്തുന്നു. 33-ൽ പരം വിശ്വാസ വീരന്മാരെ കോർത്തിണക്കി. എന്നിട്ട് വിശ്വാസ വീരന്മാരെ 33 പേരെ അണിയിച്ചൊരുക്കി നിർത്തിയിട്ട് 12-1 പൗലോസ് പറയുന്നു, ഞാൻ പറഞ്ഞില്ലേ 1-ാം അധ്യായം തുടങ്ങി 10-ാം അധ്യായം വരെ പറഞ്ഞവരെ നോക്കരുത്. 11-ാം അധ്യായത്തിൽ പറഞ്ഞ 33-ൽ പരം ആളുകളെ നോക്കരുത്. നിങ്ങൾക്ക് നോക്കാൻ ഞാൻ ഒരാളെ കാണിച്ചു തരാ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. ഇന്ന് രാത്രി നമ്മൾ ഉയർത്തുന്നത് ആ യേശുവിനെയാണ്. 2 കരം അടിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ച്. നമ്മൾ ഉയർത്തുന്നത് പ്രസ്ഥാനത്തെയല്ല, നമ്മൾ ഉയർത്തുന്നത് ഇവിടെ വന്ന പാട്ടുകാരെയോ പ്രസംഗകരെയല്ല, വാഴ്ത്തപ്പെട്ടവനായ മശിഹാ തമ്പുരാന്. ഹല്ലേലൂയ. എനിക്കിഷ്ടം അത് പറഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പൊ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾ ഇവരെ ആരെയും നോക്കരുത്. നിങ്ങൾ നോക്കേണ്ട ഒരുവൻ വിശ്വാസത്തിന്റെ നായകനും പറ പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി. എല്ലാവരും പറഞ്ഞേ, യേശുവിനെ നോക്കുക. ഒരു 2 പ്രാവശ്യം ഉറക്കെ പറ, യേശുവിനെ നോക്കുക. ശബ്ദമുയർത്തി പറ, യേശുവിനെ നോക്കുക. ഹല്ലേലൂയ.